നമുക്ക് കുറച്ച് ബീൻസ് മുറിച്ചത് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിനായിട്ട് നമ്മൾ ഒരു ബീൻസിൻ്റെ പൊരിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് കുറച്ച് നിലക്കടല ഞാൻ കുറച്ച് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിൽ കുറച്ച് തേങ്ങ കൊത്തിടാം. നമുക്ക് കുറച്ച് മതി, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കൂടുതലെടുക്കണവർക്ക് കൂടുതലെടുക്കാം. പിന്നെ ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. പിന്നെ അതേ എണ്ണയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടുവിട്ട്, പിന്നെ കുറച്ച് ചെറുപയർ പരിപ്പിട്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി കുനുകുനാ മുറിച്ചത് അതിലിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാവേ. പിന്നെ മുളക് പൊടി കുറച്ചിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇനിയിപ്പോൾ കഷ്ണം കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം. ഓരോരുത്തർക്ക് എത്ര ഇഷ്ടം അതിനനുസരിച്ച് ഇടാം. ഞാൻ അടച്ച് വെച്ചൊന്ന് അതിലേക്ക് തുറന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വിസിൽ ഞാൻ കുക്കറിലെടുത്തതാണ്. അധികം വെള്ളം ഒഴിക്കാതെ ഉടഞ്ഞു പോകാതെ ഈ മുറിച്ച് വെച്ച ബീൻസ് കുക്കറിൽ നിന്നാണ് ഞാൻ വേവിച്ചിട്ട് ഇതിലിട്ട് ഇളക്കണത്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ച നിലക്കടല ഇടാവേ. അത് അതിലേക്കിട്ട് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ ചൂടാക്കി വെച്ച തേങ്ങാക്കൊത്തും നിലക്കടലയാണ്. അപ്പോൾ ആ പൊടിച്ച് വെച്ച പൊടി നമുക്ക് ഈ പൊരിയലിലിടാം. ബീൻസിൻ്റെ പൊരിയലാണ് കേട്ടോ. അപ്പോൾ ആ വേവിച്ച് വെച്ച ബീൻസിൻ്റെ പൊരിയലിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച നിലക്കടല ഇട്ടിട്ടുണ്ട്. പൊടിച്ച് വെച്ച ചേരുവ ഇതിലിട്ട് നന്നായി ഇളക്കുക. ഇതിട്ട് നമ്മൾ ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ബൈ.